കൊണ്ടുവന്നത്? എനിക്ക് ആരെയും കാണാൻ വയ്യ. എനിക്ക് ആരോടും ഒന്നും മിണ്ടാൻ പോലും കഴിയില്ല. ഞാൻ സംസാരിക്കും. ഇനി എല്ലാരോടും എനിക്ക് സംസാരിക്കാമല്ലോ. ആമി വരൂ. ശപിക്കരുത്. തെറ്റുകളും കള്ളങ്ങളും ഒരുപാടായി. എല്ലാവരെയും വേദനിപ്പിച്ചു. അറിയാം. അതെല്ലാം നിങ്ങളുടെ ആമിയെ നിങ്ങൾക്ക് തിരിച്ചു തരുന്നതിന് വേണ്ടി മാത്രമായിരുന്നു. ദാ ഇപ്പൊ ആമി നമ്മുടെ കൂടെയുണ്ട്. ആമിക്കൊന്നും സംഭവിച്ചിട്ടില്ല. നിരഞ്ജൻ ആമിയോട് ആവശ്യപ്പെട്ടതും ജീവിക്കാനാണ്. ഒരുപാട് വർഷം ജീവിച്ചുകൊണ്ട് നിരഞ്ജനോടുള്ള സ്നേഹം തെളിയിക്കാൻ ആമി വാക്ക് നൽകി. ആമി നിരഞ്ജനെ വഞ്ചിക്കില്ല. നിരഞ്ജന്റെ ഒരു മോഹം മാത്രം. അത് ആമി എന്നോടൊപ്പം ജീവിക്കണമെന്നുള്ളതായിരുന്നു. തൂക്കുമരത്തിലേക്ക് നടന്നുപോയവന്റെ അവസാനത്തെ ആഗ്രഹം. അത് സാധിച്ചു തരാൻ അയാൾ നടത്തിയ അഭ്യർത്ഥന. ആ നിമിഷം അയാൾക്ക് എന്തെങ്കിലും മനഃശാന്തി നൽകുമെങ്കിൽ ആയിക്കോട്ടെ. അതാണ് ആമിയുടെ കഴുത്തിൽ കാണുന്ന താലിച്ചരട്. അത് ഞാൻ എന്റെ കൈകൊണ്ട് കെട്ടിയതാണ്. അതിനെ അഴിച്ചുമാറ്റാം. ഏതോ ലോകത്തിരുന്ന് നിരഞ്ജന തറഞ്ഞാൽ അയാൾ മാപ്പ് തരട്ടെ. ഈ ചരട് അഴിച്ചു മാറ്റുന്നതോടെ ആമി പഴയ ആമിയായി മാറും. എല്ലാം പതിയെ പതിയെ മാഞ്ഞു മാഞ്ഞു പോകും. ഈ ഒഴിവ് കാലവും നമ്മുടെ ബത്ലഹീമും ഈ ടെന്നസും എല്ലാം. രവി, ആരോടെങ്കിലും പറയൂ അതങ്ങ് അഴിച്ചു മാറ്റാൻ. അതും കൂടി നിനക്ക് തന്നെ ചെയ്യാം. തുടങ്ങി വെച്ചവന്റെ ബാധ്യതയല്ലേ അവസാനിപ്പിക്കുക എന്നുള്ളത്. കമോൺ ഡെന്നിസ്. ഇല്ല, എനിക്കതിന് കഴിയില്ല. എന്തുകൊണ്ട്? നീയത് തൂക്കുമരത്തിലേക്ക് പോയവന്റെ അന്ത്യാഭിലാഷത്തിന് വേണ്ടി വെറുതെ ചെയ്തതല്ലേ? ആയിരിക്കാം. എന്നാലും എനിക്കതിനാവില്ല. എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് നിനക്ക് പറയാൻ ഉത്തരവുണ്ടോ? നിന്റെ ഹൃദയത്തിൽ നിന്നൊരു ഉത്തരം. ഉണ്ട്. ഞാനിപ്പോഴും ആമിയെ സ്നേഹിക്കുന്നു. ഇത് തന്നെയാണ് ഒരിക്കൽ ആമിയും പറഞ്ഞത്. ഞങ്ങളത് വിശ്വസിച്ചു. നിങ്ങൾ ഒന്നിച്ചു കാണാൻ ആഗ്രഹിച്ചു. ആമി, ഈ നിരഞ്ജനെ ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ഒരാളുണ്ടെന്ന് വിശ്വസിക്കാനും ഞങ്ങൾ തയ്യാറല്ല. നിന്റെ ജീവിതത്തിൽ ഒരാൾ മാത്രമേ ഉള്ളൂ. അതിന്റെ അയാൾ നിന്റെ കഴുത്തിൽ ഒരു താലിയും കെട്ടിക്കഴിഞ്ഞു. ഇപ്പൊ അയാളുടെ ഭാര്യയാണ് നീ. അല്ല എന്ന് പറയുമ്പോൾ നീ നിഷേധിക്കുന്ന നിരഞ്ജൻ എന്ന മനുഷ്യനെയാണ്. അയാൾക്ക് നീ കൊടുത്ത വാക്കിനെയാണ്. അയാളെ നീ സ്നേഹിച്ചിരുന്നു എന്നുള്ള സത്യത്തിനെയാണ്. നീ സത്യത്തിൽ ആരെയും സ്നേഹിക്കുന്നില്ല. ആമി, നിനക്ക് നിന്നോട് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇവിടെ നിനക്ക് ചുറ്റുമുള്ള ആരോടെങ്കിലും നിനക്ക് സ്നേഹമുണ്ടോ? പറ. ഞങ്ങളെ മറക്ക്. ഇവൻ നിന്നെ സ്നേഹിക്കുന്നതിന് എന്ത് പകരം കൊടുക്കുന്നു? അമി, നമ്മൾ സ്നേഹിക്കുന്ന ആരും എവിടെയും ഇല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവരെ തിരിച്ച് സ്നേഹിക്കാനുള്ള ഒരു ശ്രമമെങ്കിലും നടത്തും. അല്ലാതെ വേണ്ട, ആമിയെ വെറുതെ വേദനിപ്പിക്കണ്ട. ആ ചരട് ഞാൻ തന്നെ അഴിച്ചേക്കാം. എന്നിട്ട് ആമി തിരിച്ചു പോയിക്കോട്ടെ. ആമി എവിടെയും പോകില്ല. അവള് കുട്ടിയോടൊപ്പം ജീവിക്കും എന്നും. എവിടെ വെച്ച് എങ്ങനെ അതൊന്നുമല്ല കാര്യം. ആ താലിച്ചരട് നിന്റെ കരുത്തിൽ കെട്ടിയ നിമിഷം നീ ഡെന്നിസിന്റെ ഭാര്യയാണ്. ദൈവനിശ്ചയമാവും നീ ഡെന്നിസിന്റെ ഭാര്യയാവുക എന്നത്. ആമി, മോളിക്ക് വാ. മോളെ, ആമി പറഞ്ഞിട്ടില്ലേ മുത്തശ്ശനോട്? ആമി ചീത്ത കുട്ടിയാ. ആമിയെ സ്നേഹിക്കാൻ കൊള്ളില്ലാന്ന്. ഇല്ല, മുത്തച്ഛന്റെ കുട്ടി നല്ല കുട്ടിയാ. എനിക്കൊന്നും അറിയില്ല മുത്തശ്ശ. ഞാൻ എന്താ വേണ്ടത്? എനിക്ക് പറഞ്ഞു തരൂ.
അത് മുത്തശ്ശനോടല്ല, ഡെന്നിസിനോടാ നീ ചോദിക്കണ്ടേ. എറിഞ്ഞുടയ്ക്കാൻ നീ തീരുമാനിച്ച നിന്റെ ജീവൻ അതിപ്പോഴും നിലനിൽക്കുന്നത് ഡെന്നീസ് കാരണമാണ്. ഡെന്നീസ്, വാ. ഞാൻ എന്റെ പെണ്ണിനെയാണ് വിളിക്കുന്നത്. ഞാൻ കഴുത്തിൽ മിന്നു കെട്ടിയ എന്റെ പെണ്ണിനെ. നീ ഇപ്പോഴും അത് അഴിച്ചു മാറ്റിയിട്ടില്ലാത്തതുകൊണ്ട് നിനക്ക് ഞാൻ അനുസരിക്കാം. ഞാൻ പറഞ്ഞതെല്ലാം അഭിരാമി മറന്നു. എല്ലാവരും വേദനിക്കുകയാണ് അഭിരാമി കാരണം. പാടില്ല അഭിരാമി, ആരെയും വേദനിപ്പിക്കാൻ പാടില്ല. അതിനെന്താ വേണ്ടെന്നറിയോ? മറക്കണം എല്ലാം. എന്നെ മറക്കണം. നിരഞ്ജൻ എന്ന പേര് പോലും അഭിരാമി പറയണം. ഡെന്നിസ്, ഡെന്നിസ് മാത്രം. അയാൾ തരുന്ന സ്നേഹത്തിന്റെ കടം വീട്ടാൻ ഈ ജന്മം മുഴുവൻ അഭിരാമിയുടെ മുന്നിലുണ്ട്. ആ കടം വീടുന്നത് എനിക്ക് കാണണം. ഞാൻ കാണും. പൂവായി, ശലഭമായി, മഴയായി, മയിൽപീലി കണ്ണായി, ആകാശവും സമുദ്ര നീരുമയുമായി, കാറ്റായി, കാറ്റിൽ മൂളുന്ന മുളന്തണ്ടായി, നിങ്ങളുടെ മനസ്സിലെ സംഗീതമായി, നിങ്ങളുടെ ഹൃദയ സ്പന്ദനത്തിന്റെ ശ്രുതിയായി, നിന്റെയും ഡെന്നിസിന്റെയും ലോകത്തിൽ വിളിക്കാതെ വരുന്ന അദൃശ്യനായ അതിഥിയായി ഞാനുണ്ടാവും. അഭിരാമി തിരിച്ചു പോകും. അടുത്ത സമ്മർ വെക്കേഷനും ബെത്ലഹേമിൽ തന്നെ. അപ്പോൾ ഞങ്ങളെ റിസീവ് ചെയ്യാൻ ഒരാൾ കൂടെ കാണുമോ? ഗ്രേറ്റ് ഗ്രാൻഡ് ചൈൽഡ്. റെഡി. സംഗതി കൺഫേം ആയ ഞാൻ അങ്ങോട്ട് വിളിച്ചറിയില്ലേ. നീയോ? നീ എത്രയും വേഗം ഇവിടുന്ന് പാക്ക് ചെയ്ത് എന്റെ അടുത്ത് എത്തിക്കണം. ഇവിടുത്തെ കടം എത്രയാണെന്ന് എന്നെ അറിയിക്കുക. ഞാൻ അയച്ചു തരും. അതെല്ലാം സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ ഡെന്നിസേ ഓടിക്കളയുന്നേ ഇവിടുന്ന്. സിഗ്നലായി, ഇനി കയറാം. ശരി മോളെ. ഓക്കെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ശരി മോളെ, വരട്ടെ. ഓൾ ദ ബെസ്റ്റ്. പെട്ടെന്ന് എത്തിക്കണം. ടാറ്റാ. പൂച്ച. അടുത്ത സമ്മറിൽ ഞാൻ വരും ബെത്ലഹേമിലേക്ക്. ക്യാച്ച് മീ ബിഫോർ ദാറ്റ്. യുവേഴ്സ്. Meow.